നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ചാനൽ പെരുന്തോട്ടത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറാറോ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. ഈ കമ്പനി നിർമ്മിക്കുന്നത് ചെറിയ ഗിയറുകൾ, അതുപോലെ തന്നെ ആക്സിലുകൾ തുടങ്ങിയിട്ടുള്ള ട്രാൻസ്മിഷൻസ് ഒക്കെയാണ്. അതായത് ഗിയറുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വിവിധ തരത്തിലുള്ള ഓട്ടോമോട്ടീവ്സിന് വേണ്ടിയിട്ടും പിന്നെ വലിയ അഗ്രികൾച്ചറൽ ട്രാക്ടറുകൾക്ക് എല്ലാം വേണ്ടിയിട്ടും പിന്നെ ഓഫ് റോഡ് വെഹിക്കിൾസിനും കൺസ്ട്രക്ഷൻ വെഹിക്കിൾസിനും എല്ലാം വേണ്ട പാർട്സാണ് നിർമ്മിക്കുന്നത്. ഗിയറുകൾ, ആക്സിലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. 1997 പൂനെയിലാണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. ആക്ച്വലി 1997 ഇന്ത്യയിലെ എസ്കോട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് അവരൊരു പ്രൊജക്റ്റ് ആരംഭിക്കുകയും അത് പിന്നീട് 1999 ആയപ്പോഴത്തേക്കും കമ്പനി സ്വന്തമായിട്ട് ആക്സിലുകൾ നിർമ്മിച്ച് തുടങ്ങുകയൊക്കെ ചെയ്തതാണ്. ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആകുന്നത് ഡിസംബർ 20 മുതൽ 24 വരെയാണ്. ഇവർ കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 1250 കോടി രൂപയാണ്. ഇത് പൂർണ്ണമായിട്ടും പ്രൊമോട്ടേഴ്സും ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്നതാണ്, അല്ലാതെ ഫ്രഷ് ഓഹരികളൊന്നുമില്ല. ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ നമുക്ക് കറാറോ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് കടക്കാം. കറാറോ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സിന് ആവശ്യമായ ആക്സിൽസും ട്രാൻസ്മിഷൻ സിസ്റ്റംസും എല്ലാം അവർ നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ ബാക്ക് ഹോൾ ലോഡേഴ്സ് അല്ലെങ്കിൽ ഭൂമി കുഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ യന്ത്രങ്ങൾ, കോമ്പാക്ട് വീൽ ലോഡേഴ്സ്, ടെലി ഹാൻഡ്ലേഴ്സ്, ക്രെയിനുകൾ, അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റുകൾ, ഏരിയൽ വർക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഗിയറുകൾ, ട്രാൻസ്മിഷൻ സിസ്റ്റംസും എല്ലാം ഇവർ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഓട്ടോമോട്ടീവ് വെഹിക്കിൾസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗിയറുകൾ, ഷാഫ്റ്റുകൾ, റിംഗ് ഗിയറുകൾ, ഇതെല്ലാം കമ്പനി നിർമ്മിക്കുന്നുണ്ട്. കറാറോ ഇന്ത്യയിൽ ഏകദേശം 38ഓളം വലിയ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് മാർക്കറ്റിംഗ് കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 8ഓളം സംസ്ഥാനങ്ങളിലായിട്ട് 190ഓളം സപ്ലയേഴ്സാണ് കമ്പനിക്കുള്ളത്. അത് ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഏകദേശം 68ഓളം ഇൻ്റർനാഷണൽ സപ്ലയേഴ്സും കമ്പനിക്കുണ്ട്. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സപ്ലയേഴ്സുമായിട്ട് അവർക്ക് ഏകദേശം ഒരു ദശാബ്ദത്തിലധികം, ഏകദേശം 10-15 കൊല്ലത്തെ കരാറ് അല്ലെങ്കിൽ അവർക്ക് ബന്ധം അത്രയ്ക്ക് ദൃഢമായിട്ടുള്ളതാണ്. ഇനി കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. എൻറിക്കോ കറാറോ, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം കാണുന്നത്, ചെയർമാനാണ്. അതുകൂടാതെ തോമസോ കറാറോ, അദ്ദേഹം ആണ് വൈസ് ചെയർമാൻ. ഇവരെ കൂടാതെ കറാറോ SPA, കറാറോ ഇന്റർനാഷണൽ SC തുടങ്ങിയ കോർപ്പറേറ്റ് അംഗങ്ങളും ഇതിൽ പ്രൊമോട്ടേഴ്സാണ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 100% ഓഹരികളും ഉണ്ടെങ്കിലും ഇഷ്യൂ കഴിയുമ്പോൾ അത് 68.77% കുറയുന്നുണ്ട്. കറാറോ ഇന്ത്യയുടെ EPS 17.5, PE റേഷ്യോ 40.23, NAV 65.05. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ 2023 1733.3 കോടിയാണ്. അത് 2024 ആയപ്പോഴത്തേക്ക് 1806.55 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം ആണെങ്കിലും 48.46 കോടി രൂപയാണ് 2023 കമ്പനിയുടെ അറ്റാദായമെങ്കിൽ 2024 ആയപ്പോഴത്തേക്ക് അത് 62.56 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് റവന്യൂവിൽ ഒരു 4%, അറ്റാദായത്തിൽ ഏകദേശം ഒരു 29% വർധനവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം തന്നെയാണ് ഈ കണക്കുകളിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ എസ്കോട്ട് കുബോട്ടയാണ്. അതിൻ്റെ PE റേഷ്യോ 43.21, ഷെഫ്ലർ ഇന്ത്യ 74.22. ഇനി സോന BLW പ്രിസിഷൻ ആണ് 76.93 അതിൻ്റെ PE റേഷ്യോ. കമ്പനിയുടെ ലീഡ് മാനേജർ ആക്സിസ് ക്യാപിറ്റൽ, BNB പരിവാസ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് തുടങ്ങിയ കമ്പനികളാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്കൻ ടൈം ഇന്ത്യയുമാണ്.
ഇനി നമുക്ക് കറാറോ ഇന്ത്യയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇത് ഡിസംബർ 20 മുതൽ 24 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 668 രൂപ മുതൽ 704 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ ഇല്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. 1250 കോടി രൂപയ്ക്കുള്ളത്. ഇതിൻ്റെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നത് 21 ഓഹരികളാണ് മിനിമം. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ. 35% റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNI കാറ്റഗറിയിലുള്ളവർക്കുമാണ്. ഇനി NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇത് ഡിസംബർ 26 തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. 30 തീയതി ആയിരിക്കും ലിസ്റ്റിംഗ് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ചത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൂടാതെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് റോഡ് വെഹിക്കിൾസിനും അഗ്രികൾച്ചറൽ വെഹിക്കിൾസ്, അതായത് ട്രാക്ടറൊക്കെ പോലെയുള്ള ഉപകരണങ്ങളുടെ ഗിയറുകളും ആക്സിലുകളും മറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റംസും എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണല്ലോ. അത് ഫോർക്ക് ലിഫ്റ്റുകൾ, അതുപോലെ തന്നെ ഭൂമി കുഴിക്കുന്നതിന് ആവശ്യമായ വലിയ യന്ത്രഭാഗങ്ങൾ, മറ്റ് വ്യാവസായിക ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിംഗ് ഗിയേഴ്സും ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് ലോങ് ടേം ഒരു മികച്ച ബെറ്റാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഇത് തിരക്കേടില്ലാത്ത ഒരു ലാഭം നൽകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വീഡിയോയെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.